നമസ്കാരം. പ്രധാന വാർത്തകൾ. +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. കുട്ടികളെ സ്വീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയും. സീറ്റ് പ്രതിസന്ധി നിലനിൽക്കെ സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ സ്വീകരിക്കും. സംസ്ഥാനത്തെ 2076 സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. മുഖ്യഘട്ടത്തിലെ അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ ഏകദേശം 3.25 ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടി. 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അഡ്മിഷൻ ലഭിക്കുമെന്നും അത് വളരെ വേഗം പൂർത്തിയാക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. റഷ്യയിൽ പള്ളികൾക്കും സിനഗോഗിനും നേരെ വെടിവെപ്പ്. പുരോഹിതൻ ഉൾപ്പെടെ 9 മരണം. സിനഗോഗിനും ക്രിസ്ത്യൻ പള്ളിക്കും ട്രാഫിക് പോസ്റ്റിനും നേരെയാണ് വെടിവെപ്പുണ്ടായത്. സംഭവത്തിൽ 13 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭീകരാക്രമണമെന്നാണ് സംശയം. അക്രമത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 2 ഓർത്തഡോക്സ് പള്ളികൾക്കും 1 സിനഗോഗിനും പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം നടന്നത്. പ്രാഥമിക വിവരമനുസരിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ 1 പുരോഹിതനും 6 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത്. കായംകുളത്ത് വാഹനാപകടം, ഒരാൾക്ക് ദാരുണാന്ത്യം. കായംകുളത്ത് KP റോഡിൽ ഒന്നാംകുറ്റി ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. ചേരാവള്ളി സ്വദേശി ശിശുപാലനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ മറ്റൊരു വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ ശിശുപാലന്റെ ഭാര്യ സിന്ധുവിന് പരിക്കേറ്റു. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. തിരുവനന്തപുരത്ത് ഇന്ധന ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ട് ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് നിന്ന് നെടുമ്പങ്ങാട്ടത്തെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ടാങ്കറിൽ നിന്നും ഇന്ധനം തോട്ടിലെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. വലിയ ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്താനാണ് നീക്കം. ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് പ്രധാനമായും മഴയെ സ്വാധീനിക്കുന്നത്. കടലോര മേഖലയിൽ അതിശക്തമായ തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട്.